ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻസ് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഗോസ്റ്റ് വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 2022 ആഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ ഈ ഒരു ചാനൽ വൈറ്റ് ബ്ലോഗർ എന്ന ചാനൽ തുടങ്ങുന്നത്. അതിനുശേഷം 2026 മെയ് മാസമാണ്, മെയ് 21 ഇന്ന്. അപ്പോൾ ഇതുവരെയുള്ള ആ ഒരു വീഡിയോ നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ വീഡിയോക്ക് എത്ര ക്ലാരിറ്റി ഉണ്ടെന്നും എല്ലാം അറിയുന്നുണ്ട്. അതുപോലെ തന്നെ 2024 തുടങ്ങും, 2021 തുടങ്ങുമ്പം വീഡിയോക്ക് നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ഈ ഫോണാണിത്. അപ്പോൾ അതുവരെ ഉപയോഗിച്ച് 2024 ആയപ്പോൾ നമ്മൾ വീഡിയോൻ്റെ കമൻറ്റ് മാറാൻ തുടങ്ങി. ക്ലിയർ ഇല്ല, ക്ലാരിറ്റി ഇല്ല എന്നുള്ള കുറേ പരാതികൾ നമ്മുടെ വീഡിയോ താഴെ ഉണ്ട്. അപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം, ഒരുപാട് കമൻറ്റ് വന്നപ്പോൾ അപ്പം തന്നെ നമുക്ക് ഒരു വിഷമാണ് ഇത് കാണുമ്പോൾ. നമുക്ക് പെട്ടെന്നൊരു അപ്ഡേഷൻ ചെയ്യാൻ, അതായത് പെട്ടെന്നൊരു ക്യാമറ വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല, സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വിഷമം മനസ്സിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഷോപ്പിലൊക്കെ കയറി നോക്കും, മൊബൈൽ ഷോപ്പിലൊക്കെ കയറി നോക്കിയിട്ട് വില ചോദിക്കും. വില ചോദിച്ചിട്ട് EMI ഇടാനെങ്കിലും പക്ഷേ അതിനും പറ്റാത്തൊരു സാമ്പത്തിക സ്ഥിതിയിലാണ് ആ ഒരു കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു ക്യാമറ വാങ്ങി ഷൂട്ട് ചെയ്യാന്നുള്ളത് ഇമ്പോസിബിളാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ അതുവരെ, അപ്പോൾ ആ 2022 മുതൽ 2026 മെയ് മാസം 20-ാം തീയതിയാണ്, 21 ഇന്ന്. അപ്പം ഈ ഒരു ദിവസം വരെ നമ്മൾ ഷൂട്ട് ചെയ്തത് ഈ ഒരു ഫോണിലാണ്, ഈ ഒരു ഫോണിൽ. അപ്പോൾ ഇത് വിവോ V25 എന്ന സീരീസുള്ള ഫോണാണ്. അപ്പോൾ ഇതുവരെ ഷൂട്ട് ചെയ്ത ആ ഒരു ഫോണ് നിങ്ങൾ ഇതാണ്. ഇത്രയും വീഡിയോ നമ്മൾ ഗോസ്റ്റ് വീഡിയോ ആയിക്കോട്ടെ എല്ലാ വീഡിയോ ചെയ്തത് മൊത്തം ഈ ഒരു ഫോണിലാണ്. 150-ഓളം വീഡിയോ ഉണ്ട്. ഇത്രയും വീഡിയോ ഷൂട്ട് ചെയ്തത് മൊത്തം ഈ ഒരു ഫോണിലാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു ഇന്നെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ആ ദൈവത്തിൻ്റെ സമ്മാനം. ഇതാണ് ഐഫോൺ എന്ന ബ്രാൻഡഡ് ഫോണാണ് നമ്മുടെ കയ്യിലുള്ളത്, iPhone 17. അപ്പോൾ നമ്മൾ ആ iPhone 17 നമ്മൾ ചാനലിൽ കൊണ്ടതാണ്, ചാനലിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പം ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോസ് ഈ ഒരു ഫോണിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, ബ്രാൻഡഡ് ഫോണാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഐഫോൺ സീരീസിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം. ഫോണിനെ പറ്റി കൂടുതൽ എനിക്ക് അറിയില്ല, എന്നാലും ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഐഫോൺ പിടിക്കുന്നത് പോലും. സത്യം പറയും, ഇതിനകത്തൊരു ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ ഇനി അങ്ങോട്ട് എല്ലാം ഫസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇനിയുള്ള വീഡിയോകളൊക്കെ മൊത്തം നമുക്ക് ഇതിനകത്താണ് ഷൂട്ട് ചെയ്യുന്നത്, നൈറ്റും ഡേ ഇതെല്ലാം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന അത്രയും വീഡിയോ ഇനി iPhone 17 നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ, ഇതിനകത്ത് വീഡിയോ എടുത്തില്ല, ഇതുവരെ ഫ്രഷാണ്. ഇന്നലെ വാങ്ങി, മെയ് 20-ാം തീയതി വാങ്ങിയിട്ട് പൊട്ടിച്ച് സിം ഇട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഫോട്ടോ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഫസ്റ്റ് നമ്മൾ ചാനൽ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് വിഷ്വൽ നിങ്ങൾ കാണാം. അതായത് പഴയ വീഡിയോ, ഈ ഒരു iPhone സീരീസിൽ 17 എടുത്ത വീഡിയോ നമ്മൾ ഒരു ചെറിയ ക്ലിപ്പോടെ കാണിക്കാം. അപ്പോൾ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു ക്ലാരിറ്റി. ഒരുപാട് ആൾക്കാർ പരാതി പറഞ്ഞു, ഇഷ്ടംപോലെ പരാതികൾ കമൻറ്റ് സെക്ഷനിൽ ഇങ്ങനെ വരും. അപ്പോൾ വായിക്കാൻ നല്ലാണ്ട് ഒരു സൊല്യൂഷനില്ല. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കിട്ടിയായിരുന്നു, ഒരു മറുപടി കിട്ടി. അപ്പോൾ ഇത് തരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വീഡിയോ ചെറിയ ഫുട്ടേജ് കാണാം. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില, പ്രൈസ് നിങ്ങൾക്ക് അറിയാം, ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എത്രയാണെന്നറിയാം. പക്ഷേ നമ്മൾ റക്കം കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല. EMI ഇഷ്ടം പോലെ ഉണ്ട് തലയിൽ. ഒരുപാട് ലോഡ് തലയിൽ കയറ്റി വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ നമ്മൾ ഇവിടെ നമ്മളെ ചാനലിൽ കൊണ്ടുപോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ EMI ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ അടുത്ത് തീർക്കാം. ഏതായാലും ഗിഫ്റ്റ് ഓഫ് ഗോഡ് തന്നെയാണ്, ഗിഫ്റ്റ് ഓഫ് ഗോഡാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിഷ്വൽ നമുക്ക് കാണാം.